ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശങ്കർ ഭായ് മിഥുൻ്റെ ഹോസ്പിറ്റലിൽ ചെല്ലുവാണ് കേട്ടോ. അപ്പം മിഥുൻ പെട്ടെന്ന് ശങ്കറിനെ കാണുമ്പോൾ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയും പേഷ്യൻറ്റിനെ ചികിത്സിക്കാൻ പേഷ്യൻറ്റിനോട് മാത്രമേ സംസാരിക്കുള്ളൂ. ശങ്കറിനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ശങ്കർ പറയാണ്, എടാ ജോജു, നീ അവിടെ മാറിക്കാൻ ഞാനാ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കയറിയിരിക്കുവാണ് കേട്ടോ ശങ്കർ. എന്നിട്ട് പറയും, ഇനിയിപ്പം ഞാൻ ഡോക്ടറിനോട് സംസാരിക്കുകയും ചെയ്യും, ഡോക്ടറിനോട് ചോദിക്കാൻ അവിടെ ചോദിക്കുകയും ചെയ്യും, ഡോക്ടർ ഉത്തരം പറയുകയും ചെയ്യുമെന്ന് ശങ്കർ പറയുവാണ് കേട്ടോ. ആ സമയത്ത് മിഥുൻ പറയുന്നുണ്ട്, എന്നുവെച്ചാൽ നവീൻ, മിഥുൻ എന്ന് പറഞ്ഞാൽ നവീൻ, നവീൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇവിടുന്ന് എന്തായാലും പോവും, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ശങ്കർ പറയുകയാണ്, നീ സെക്യൂരിറ്റിനെ വിളിച്ച് സെക്യൂരിറ്റി വരാൻ 5 മിനിറ്റ് എടുക്കുമല്ലേ, നിൻ്റെ മോന്ത അടിച്ച് പൊളിക്കാൻ ഈ ശങ്കർ ഭായിക്ക് 1 മിനിറ്റ് പോലും വേണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുകയാണ്, ആ പെണ്ണിനെ നീ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ശങ്കർ ഭായ് ചോദിക്കുവാണ് മിഥുനോട്. ഏത് പെണ്ണിനെന്ന് ചോദിക്കുമ്പോൾ പറയും, ജെസ്സിനെ. നീ ഒളിപ്പിച്ചതാണെന്നും നിൻ്റെ കള്ളത്തരം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നീ അവളും തമ്മിൽ ലൈനാണെന്നും എനിക്ക് ഉറപ്പാണെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും മിഥുൻ ആയിട്ട് നവീൻ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഗൗരിക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്, ഗൗരീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗരിക്ക് അസൂയയും കുശുമ്പും കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്, എനിക്ക് നിങ്ങളോടൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ ശങ്കറിന് ദേഷ്യം വരുന്നുണ്ടോ. ശങ്കർ മിഥുനെ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ച് കൊളറെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫസറും വൈഫും കൂടെ അങ്ങ് കയറി വരുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്യാം സാറ് ഇത് കാണുന്നേ പറയുവാണ്, ശങ്കർ അവനെ വിടാൻ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇവിടുന്ന് ഇറങ്ങി പോടാന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദിനിയമ്മ പറയുന്നുണ്ട്, ശ്യാമേട്ട എന്താ ഈ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പറയും, ഇവൻ എന്താ ഈ കാണിക്കുന്നത്, ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണോ കാണിക്കുന്നത്, അതും ഗൗരിയുടെ ഭാഗത്ത് ഓൾറെഡി തെറ്റുണ്ടെന്ന് എല്ലാവരെയും മുമ്പ് അത് തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ ശ്യാം സാറ്. എന്നിട്ട് തിരിച്ചിറങ്ങാൻ നേരത്ത് ശങ്കർ പറയുകയാണ്, ശ്യാം സാറിനെ എല്ലാം അറിയാം, ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ മനസ്സറിയാം, പക്ഷേ സ്വന്തം കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഗൗരിയുടെ മനസ്സ് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ശ്യാം സാർ മിഥുനോട് സോറി പറയുകയാണ്. അപ്പോഴേക്കും മിഥുൻ പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു തവണത്തെ കൂടെ ശങ്കറിനോട് ക്ഷമിക്കാനും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ചാരങ്ങാട് വീടാണ്. അവിടെ നമ്മുടെ ഗംഗ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് രാധാമണി തങ്കച്ചി വന്ന് ഒളിഞ്ഞു നോക്കുന്ന ഗംഗ ആണ് കേട്ടോ. അപ്പം മനസ്സിൽ പറയാണ്, എനിക്ക് മനസ്സിലായോ ഇല്ലയോ, കത്തെഴുതി ഇവരാന്ന് നോക്കാൻ വേണ്ടി വന്നതായിരിക്കും, എന്നാൽ ആക്ടിങ് അങ്ങ് തുടങ്ങിയേക്കാന്ന് പറഞ്ഞാൽ ഗംഗ ആക്ട് ചെയ്യാണ് കേട്ടോ. ശങ്കറിൻ്റെ കത്തെടുത്ത് പിടിച്ച് ഇങ്ങനെ നാണം കുടുങ്ങിയിരിക്കുന്ന പോലെ ഒളിപ്പിച്ച് വെക്കുന്ന പോലെയൊക്കെ. അപ്പോൾ രാധമ്മായി അത് മേടിക്കുവാണ്. ഇതെന്താ മോളെ ഇത്, ശങ്കറിൻ്റെ ബുക്കിലിരുന്ന കത്തല്ലേ ഇതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗംഗ ഇങ്ങനെ നാണം കുടുങ്ങിയോട് പറയുവാണ്, അതെ, പക്ഷേ ഇത് രാധമ്മായി ആരോടും പറയരുത്, ഞാനായിട്ട് പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും രാധമ്മ ഒരു എനിക്കെന്തറിയാനോ മോളെ, മോക്ക് കിട്ടിയ കത്ത് മോള് വായിച്ചു, അല്ല രാധമ്മയ്ക്ക് എന്താന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പം താഴെ കമല നിൽക്കുവാണ് കേട്ടോ. കമല ഒരു അമ്മ എവിടെ പോവാ, അമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ, അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, ഇങ്ങനെ അലഞ്ഞിരുന്ന് നടന്നാൽ കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാധാമണി തങ്കച്ചി പറയും, അതെനിക്ക് അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ട് മോളെ എന്ന് പറയുമ്പോൾ, അടുക്കള പണിയൊക്കെ അമ്മയാണോ ചെയ്യണ്ടേ, അമ്മ കറക്റ്റ് സമയത്ത് മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും മരുന്നെടുത്ത് കൊടുക്കുവാണ് കേട്ടോ നമ്മുടെ കമല. അപ്പോഴത്തേക്കും മരുന്ന് കിട്ടിയപ്പോഴേക്കും രാധമ്മ പറഞ്ഞ് വെള്ളം എടുത്തിട്ട് വരാം, ഞാൻ വെള്ളം എടുത്ത് അവിടെ പോയി കുടിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും കമല പറയും, എന്തിനാ വെള്ളം എടുക്കുക അവിടെ പോകുന്നത്, ഇന്നാ വെള്ളം എന്ന് പറഞ്ഞു വായിലോട്ട് മരുന്ന് കുത്തി കയറ്റി ഇട്ടിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കഴിക്കുന്ന പാടെ രാധാമണി തങ്കച്ചിക്ക് തല ഇറങ്ങുന്ന പോലെ ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. ഞാൻ തല പിടിച്ച് അയ്യോ എനിക്ക് വയ്യേ, ശേഖര ഓടി വായോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട്, ഇത് കുഴപ്പമില്ല അമ്മേ, പേടിക്കാനൊന്നുമില്ല, ഇത് കഴിച്ചാൽ അപ്പം നമുക്ക് ഉറക്കം വരും, വേറെ ഒരു കുഴപ്പമില്ല, അമ്മ ഇങ്ങനെ വാ, ഞാൻ അമ്മേനെ കൊണ്ട് മുറി കിടത്താമെന്ന് പറയുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ പ്രൊഫസറുടെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുവാണ് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും നന്ദിനിയമ്മ പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ശങ്കറിനോട് അങ്ങനെ പറയരുതായിരുന്നു, ശ്യാമേട്ടൻ എന്തായാലും അവനൊന്ന് വിളിക്കുക, അപ്പോഴത്തെ അവസ്ഥയെ പറ്റിപ്പോയതാണെന്നൊന്ന് പറയാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്യാം സാർ പറയുന്നുണ്ട്, ഞാൻ അവനെ വിളിച്ച് മാപ്പ് പറയാനോ, അവനാണ് ഹോസ്പിറ്റലിൽ കയറി വന്ന് ഗുണ്ടായിസം കാണിച്ചത്, അതെന്തായാലും തെറ്റാന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, നന്ദിനി നിന്നോട് മാപ്പ് പറയാനാണോ പറഞ്ഞത്, വിളിച്ച് സംസാരിക്കാനല്ലേ പറഞ്ഞതുള്ളൂ എന്നിങ്ങനെ ചോദിച്ചു തിരിച്ച് ചൂടാവുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആരതി മോള് പറയുന്നുണ്ട്, എന്തിനാ അച്ഛൻ വിളിച്ച് മാപ്പ് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത്, തെറ്റ് ചെയ്ത് ശങ്കരേട്ടനാണ്, അപ്പം ശങ്കർ ഭായിയുടെ കുറ്റം തന്നെ ഇങ്ങനെ ആരതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വേണി പറയുവാണ്, എന്നാലും ഒന്നും അറിയാണ്ട് ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു ശ്യാം സാറെ, ഇങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരതി പറയുവാണ്, ചേച്ചിക്ക് എന്നോട് സ്നേഹമുള്ള പോലെ കാണിച്ചിട്ട് ചേച്ചിയും ചേച്ചിയുടെ സ്വന്തം ഏട്ടനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണി പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെയല്ല സപ്പോർട്ട് ചെയ്തത്, ഞാൻ ഗൗരി പറഞ്ഞതിനാണ് സപ്പോർട്ട് ചെയ്തതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴും ആരതി ഇങ്ങനെ ഓരോന്ന് തർക്കിച്ച് പറയുവാണ്. എല്ലാം കേട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആദർശ ആ സമയത്ത് പറയുന്നുണ്ട്, ഒന്നും അറിയാതെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പോലും, നമുക്ക് ആർക്കും അറിയാത്ത എന്തോ ഇതിനിടയ്ക്ക് ഉണ്ടെന്ന് പറയുമ്പം നമ്മുടെ ആരതി പറയുവാണ്, അതന്നെ ഞാനും പറഞ്ഞേ, മിഥുൻ്റെ ഭാഗത്ത് 100% ന്യായമുണ്ട്, അതുകൊണ്ട് ആരും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ടെന്ന് പറയുവാണ് കേട്ടോ.
അപ്പോൾ ഇതെല്ലാം കേട്ട് വേണിക്ക് ദേഷ്യം വന്ന് വേണി പറയും മിഥുൻ ലോക ഫ്രോഡാന്ന് പറയുമ്പോൾ ആരതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.